ഓൾ എന്തല്ല. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഭയങ്കര വെരി ഗുഡ് ക്ലൈമറ്റ്, ഭയങ്കര നല്ല ക്ലൈമറ്റ്. രാവിലെ മുതൽ നല്ല മഴ, ചൂടില്ല. ചൂട് കുറഞ്ഞതിൻ്റെ വലിയ ആശ്വാസം. അപ്പോൾ ഇന്ന് അതിൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി ഞാൻ കാണിച്ചു തരാം. പക്ഷേ അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദാറ്റ് ഈസ് we are finally a 1,000 subscribers family. നിങ്ങൾക്ക് ചിലപ്പോൾ 1,000 അല്ലേ ആയിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷേ ഈ 1,000 ആകാൻ ഞാൻ പെട്ട കഷ്ടപ്പാട്. അല്ലോ. സോ താങ്ക് യു, സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. ആൻഡ് ഇനിയും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. എനി അബൌട്ട് മൈ ചിക്കൻ കറി. ഇത് ഭയങ്കര സിമ്പിളാണ്. ലൈക്ക് ഒരു പാകിസ്ഥാനി കറി. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ആകെ കസൂരി മേത്തി മാത്രം സ്പെഷ്യലായിട്ട് വേണ്ടു. ബാക്കിയെല്ലാം നമുക്ക് നോർമലായിട്ട് ആക്കാൻ പറ്റിയ ഒരു കറിയാണ്. പക്ഷെ നല്ല ടേസ്റ്റുള്ള അടിപൊളി കറിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് നെയ്ച്ചോറിൻ്റെ പേരാന്ന് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നുന്നത്. കുറച്ച് കറി മതി, നെയ്ച്ചോറിന് നല്ല ടേസ്റ്റാണ്. സോ നമുക്ക് എങ്ങനെ ആക്കുന്നതെന്ന് നോക്കാം. കമോൺ. പിന്നെ ഞാനിത് കുറച്ച് മുന്നേ എടുത്ത് വെച്ച വീഡിയോ, ലൈക്ക് ഇങ്ങനെ വോയിസ് ഓവറിൽ കൊടുക്കാൻ വേണ്ടി ലേറ്റായിട്ട് ഇപ്പം ഫൈനലി ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ കറി. ഇത് ടേസ്റ്റ് വൈസ് നമ്മളെ ബട്ടർ ചിക്കൻ്റെ വകയിൽ അമ്മായി ആയിട്ട് വരും. ആദ്യം നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട്, കുറച്ചധികം നല്ലോണം ഓയിൽ വേണം. ഓയിൽ നമുക്ക് നല്ല ഫ്രൈ അല്ല, ബട്ട് സ്റ്റിൽ ഒരു നല്ല ബ്രൗൺ കളറായിട്ട് എടുക്കാനുള്ളതാണ്. ദിസ് ഈസ് 2 ഉള്ളി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഉള്ളി ഫ്രൈ ചെയ്യാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യും. ഇഞ്ചി വെളുത്തുള്ളി വേണം, തക്കാളി വേണം. അതിൽ നമുക്കൊന്ന് സെറ്റാക്കാം. ഞാനിതാ കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ലോണം ചെതിക്കണം. നിങ്ങളെ നാട്ടിൽ ചെതുക്കാന്നല്ലേ പറയാ, ചതക്കാം. ഈ ഒരു വലിയ തക്കാളി ഞാൻ എടുക്കുന്നു. സോ കട്ട് ചെയ്യാം, അടിച്ചെടുക്കാം. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ബ്രൗൺ. ഇങ്ങനെ ബ്രൗൺ ആക്കണം, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇനി നമ്മളെ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടും കുറച്ച് സമയം ആക്കുന്നുണ്ടെങ്കിൽ ആവട്ടെ. നെക്സ്റ്റ് ചിക്കൻ ഇടാം. നല്ലോണം മിക്സ് ചെയ്യാം. ഈ ചിക്കൻ്റെ ഈ പിങ്ക് കളർ പോയിട്ട് ഒരു വൈറ്റ് കളറായി അതുവരെ ഇങ്ങനെ മിക്സ് ചെയ്തു. ഓക്കെ. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ആൻഡ് ഗരം മസാല. അത് പരിപ്പോയി ചൂടി ഇളക്കി യോജിപ്പിക്കുക. നമ്മളെ തക്കാളി ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യും. ഇതിൽ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയാണിത് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്യാം. ചിക്കൻ കുക്കാവുന്ന വരെ ഇങ്ങനെ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ. ചിക്കനെല്ലാം കുക്കായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കൊരു പച്ചമുളക്, എരിവ് ഉണ്ടെങ്കിൽ ഇടണ്ട, ഇല്ലെങ്കിൽ ഇടാം. അങ്ങനെ പിന്നെ മല്ലിച്ചപ്പ് ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാല്, വെറൈറ്റി ആയിക്കോട്ടെ. ഫ്രഷ് ക്രീം അല്ലെങ്കിൽ പാല്. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ പാലിടണ്ട. ഫ്രഷ് ക്രീം ഇട്ടാൽ കുറച്ചും കൂടി റിച്ച്നെസ് കിട്ടും കറിയിൽ. അതുകൊണ്ട് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം തന്നെ ഇട്ടോ. പിന്നെ തോടസ കസൂരി മേത്തി.
എല്ലാം കൂടി ഒന്ന് തിളച്ച് വന്നാൽ നമ്മളെ കറിയുടെ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കറിയാണ്, യെറ്റ് നല്ല ടേസ്റ്റ്, ഒരു ഭയങ്കര ഡിഫറെൻറ്റ് ടേസ്റ്റ് എന്ന് തന്നെ പറയാം. ഇത് നെയ്ച്ചോറിന് മാത്രമല്ല, എല്ലാത്തിനും ദോശ, റോട്ടി, പൊറോട്ട, ചപ്പാത്തി എല്ലാത്തിൻ്റെ പേര് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഡു ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക്. പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തായാലും ആർക്കെങ്കിലും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.